ഇന്ന് ഓണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പം നമ്മുടെ ഷോപ്പിൽ ഓണാഘോഷ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ഇടാൻ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഉള്ളിൽ ഏതാണ്ട് പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. ഓളെ വർഷേ ഹാപ്പി ഓണം. ഹായ്. ഓ എല്ലാം റെഡിയായാ? അശ്വത് ലേറ്റായ പരിപാടി. ഇതെന്നാളെ നല്ല ചുവന്ന കുട്ടപ്പന്മാരല്ലേ എല്ലപ്പം ഇതാരാണ്. ഹാപ്പി ആണോ? എടാ അശ്വതി എനിക്കെന്നാ ഇത് കിട്ടിയില്ല, വെള്ള കിട്ടിയിട്ടില്ല. കിട്ടാലല്ലേ, അത് നല്ല തന്നെ. അതുല്ലേ എന്തുണ്ട് ഓളെ കണ്ടീഷനല്ലേ? ശ്രുതി എണീച്ചതേ എത്ര 8 മണിക്കാട്ട് എണീച്ചേ, എന്നിട്ട് റെഡി ആവുന്നുണ്ട്. ഓളാടൊക്കെ ഉണ്ട്. ഷബീർ പറയപ്പോൾ ഓണപ്പരിപാടി ഹാപ്പി ഓണം പറഞ്ഞ പറയാനുള്ള ബിസിയാണ്. ആയിക്കോട്ടെ ശരി. ഇനി എന്താ അടുത്ത പരിപാടി? മത്സരമാണ്, ബിസ്ക്കറ്റ് എന്നാൽ മത്സരം. ബാ അശ്വന്ത് പറ കാര്യങ്ങൾ പറ. ഹാപ്പി ഓണം. എങ്ങനാ ഷോപ്പിലൊന്നുമില്ല ആദ്യത്തെ ഓണോ? അപ്പം എനിക്ക് സ്പെഷ്യലാണെന്നല്ലേ വിജേഷേ? ഹാപ്പി ഓണോ ഹാപ്പി ഓണോ. എന്നിട്ട് രാവിലെ എത്തിയാ? വേറെ ആരും എത്തിയില്ല. അത് ശരിയല്ലല്ലോ വിജേഷേ. ഇതിനി ആവർത്തിക്കാൻ പാടില്ല. എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുക്കണോ? നമുക്ക് കൊടുക്കല്ലേ. ലേറ്റായിരിക്കൽ ഇന്ന് പണിഷ്മെന്റ് ഉണ്ട് വിജേഷേ. മറ്റേ ഒരു പണിഷ്മെന്റ് കൊടുക്കല്ലേ സുജേഷ്? മറ്റേ ഏത്തടിക്കല് ആ സാധനം ഇന്നുണ്ട് കേട്ടാ. ഉണ്ടോ വേണ്ട വിജേഷേ? ആ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. അബി എന്നാ ചേട്ടാ ഹാപ്പി ഓണം വെറുതെ പറയാനുള്ള എന്നാലോ വേറെ അല്ല ഓണത്തിനെ പറ്റി 2 വാക്ക്. കാണാൻ പറ്റും ഓണം കൊണ്ടണം. പിന്നെ ഹാപ്പി ഓണം ഹാപ്പി ഓണം. ശാലിനി ഓ ശാലിനി ഫുൾ ബ്യൂട്ടി ആയിട്ടുണ്ടല്ലോ ഇന്ന്. ശാലിനി എന്തുണ്ട് ഓണം? ഹാപ്പി ഓണം തന്നെ. ശരി എന്താ പറയാനുള്ളത് പറ ഓണത്തിനെ പറ്റി വിശേഷം. ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്താ പ്രത്യേകത? എല്ലാ പ്രാവശ്യമുള്ളൂ ഓണം എപ്പോൾ ഓണം തന്നെ എന്നാണ് ഉദ്ദേശിച്ചത് അല്ല പിന്നെ. ഇനി ആരാതോ നമ്മളെ സീനിയർ സ്റ്റാഫ് അശ്വതി ഒരു 2 വാക്ക്. ഓക്കെ ആ പിന്നെ പറയപ്പോ. ഓക്കെ പിന്നെ ഓക്കെ അങ്ങനെയാണ്. പിന്നെ ഓണത്തിൻ്റെ അശ്വതിൻ്റെ ഒരു ഡാൻസ് ഉണ്ട് പറഞ്ഞ് നടക്കുമോ? അതിനെ കൊണ്ടുവന്ന സ്റ്റേജിനെല്ലാം കളിച്ചല്ലേ, ഒന്ന് കളിക്കാമല്ല തന്നെ. നമുക്ക് നോക്കാം. പ്രാക്ടീസ് ഒന്നും വേണ്ട. ഒരു 3-4 സ്റ്റെപ്പിന് വലിയ പണിയൊന്നുമില്ല അപ്പോൾ. ശരിയാക്കാം. ഓക്കെ ഓക്കെ. ഇനി ആരാ സംസാരിക്കാത്ത ആളാരുള്ള? വർഷേ. എൻ്റെ വർഷ തന്നെ നോക്കിയാട്ടെ. ഇത് 4 കുഞ്ഞുവാവിനെ പോലെ ഉണ്ടല്ലോ അല്ലേ. 7ാം ക്ലാസ് പഠിക്കുന്ന കൊണ്ട പോലെ ഇപ്പോൾ. എന്താ ഷബീർ പൂടൽ മത്സരത്തിൽ തന്നെയാണല്ലോ ഷബീറെ. ഭാര്യക്കൊരു നീട്ടനെ കാട്ടിപ്പോഴത്തേക്ക് ഓടിടുന്നുണ്ടല്ലോ. പിന്നെ വർഷ ആരാ ഡിസൈനർ? ആരാ ഓ ഇന്നലെ ചോക്കെടുക്ക് വരയ്ക്കാന്നെല്ലാം പറഞ്ഞു. ആർക്ക്? ആര് പറഞ്ഞു? ഓൻ പറഞ്ഞ കഥയല്ലേ? അതൊന്നും പറയണ്ട. ഓൻ പറഞ്ഞത് കേട്ട് വിശ്വസിക്കൊന്നും വേണ്ട. ഓനൊരു വൈബിന് വേണ്ടി പറയുന്നല്ല അങ്ങനല്ലോ. ഇവിടുത്തെ മാനേജർ എടുത്ത് പോയാ സുജേഷ നിനക്ക് എവിടുന്നോ 2 പ്രാവശ്യം 3 പ്രാവശ്യം അല്ല ഈ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും നേരിട്ട് അറിയുന്നവരുണ്ടാ? അപ്പം 3 5 പ്രാവശ്യം ആയിരിക്കൂലേ? അതുകൊണ്ട് മാനേജർ എന്തുണ്ട്? പിന്നെ ഇപ്രാവശ്യത്തെ ഓണാഘോഷം പ്ലാൻ ചെയ്ത മാനേജറാണ്. അല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ടാ? 9 മണിക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10 മണിയായല്ലോ. ഇതെന്നാ? ഓ സുന്ദരി അടിപൊളി. പൊട്ടുകുത്തൽ പരിപാടി ഉണ്ട്. ശാലിനിന്റെ ഫോട്ടോ വെച്ചാൽ തരുന്നു കേട്ടോ. എന്നാ കറക്റ്റ് സുന്ദരിയായി അല്ലേ ശാലി? എന്താ നല്ല ശാലിനി. ഇവൻ കണ്ണു പൊട്ടനാണോ വിജയിച്ചേ പറയുന്ന കേട്ടാ? ഓക്കെ ഓക്കെ. ഇനി ആയിരിക്കും സംസാരിക്കാൻ ആരും ബാക്കിയില്ലല്ലോ. ഇവളെ എന്നാണ് ഷായിനി വന്നോടെ ഹാപ്പി വിഷുവും പറഞ്ഞ് എന്നിട്ട് മാറിപ്പോയിന്ന്. ഇപ്പൊ സമയം 10 മണിയായേ. ഇവരിതെങ്ങനെ പെടുക്കുന്നതുകൊണ്ട് കാര്യം നടക്കുന്നില്ല. ഷബീറെ ഇപ്പൊ അങ്ങനെ കാര്യം നടക്കുമോ? ബേ നോക്ക്. അപ്പൊ അതിൻ്റെ ഇടയിൽ 2 കസ്റ്റമർ സ്വർണ്ണം വാങ്ങാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ള ഓണാഘോഷം പരിപാടി കണ്ടിട്ട് ഇന്ന് സെയിൽ ഉണ്ടോന്നാ ചോദിച്ചേ കേട്ടോ ഷബീറെ. അപ്പോൾ അവരവിടുന്ന് സ്വർണം വാങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ശനിയാഴ്ചയാണ്, ഓണത്തിൻ്റെ തലേന്ന് സെയിൽ കുറച്ചധികം ഉണ്ടാവും.
അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കും. ബാക്കി നമ്മളെ പരിപാടി അങ്ങനെ നടത്തലാന്ന് സാധാരണ. നമ്മളെ കഴിഞ്ഞ ആഗസ്റ്റ് 15 പരിപാടി ഉണ്ടായിട്ടുണ്ട്. അതിലും അങ്ങനെ തന്നെയാണ്. കസ്റ്റമർ വരുമ്പോൾ ഒരാൾ മാറിയിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ കച്ചവടവും നമുക്ക് മുടക്കാൻ പാടില്ല, നമ്മളെ കസ്റ്റമേഴ്സിനെ അവരുടെ പണക്കാനും പാടില്ല എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ആഘോഷവും കച്ചവടവും എല്ലാം കൂടിയിട്ടാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് എത്ര മണി വരെ നീണ്ടു നിൽക്കുന്നറിയില്ല. എന്തായാലും 10 മണി തുടങ്ങി കഴിഞ്ഞാൽ എന്തെല്ലാം കളി എന്തെല്ലാം ഉള്ള ഷാലു എന്തെല്ലാം കളിയുള്ള കസേരക്കളി അല്ല, സ്റ്റൂള് കളി. ഓക്കെ, സ്റ്റൂള് കളി, പിന്നെ സുന്ദരിക്കോട്ടോടല്, പിന്നെ ബിസ്ക്കറ്റ് തിന്നില്ല, അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവല്ലോ. അത് ഷെബീർ കണ്ടുപിടിച്ചാണ്. ഉള്ള കളിയാണെന്ന് അറിയില്ല, അത് എങ്ങനെ തിന്നൊന്നൊരു പിടുത്തമില്ല. അപ്പൊ ഇതെല്ലാം കൂടി 10 മണിക്ക് തീരുമോ സുജേഷ്? ഇത് അല്ല, 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 11 മണിക്കൊക്കെ തീരുമോ അല്ല? അല്ല, ഒരു 12 മണി പോയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. സൈഡ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ആക്കാന്നാല്. അപ്പോൾ ഏതായാലും എന്നാൽ പിന്നെ കൂടുതൽ കഴിഞ്ഞിട്ടില്ല, നല്ല ഗംഭീര പോയിട്ട് നമ്മളെ ഷോപ്പിന്റെ ലോഗോ തന്നെ എന്നിട്ട് ഇവർ സ്ക്വയറിലിടാന്നുണ്ട്. ഞാൻ പറഞ്ഞ് സ്ക്വയറും ഉണ്ട്, റൗണ്ടാണ് പൂവിൻ്റെ ഒരു കാണാനൊരു ലുക്ക്, ഒരു ഐശ്വര്യം പണ്ടേ ഉള്ളത്. അപ്പോൾ സംഗതി റൗണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. നോക്കിയട്ടെ, നമ്മൾ ഷോപ്പിന്റെ ലോഗോ എല്ലാം കൂടിയിട്ടുള്ളത്. ആരെ പൂട്ടാൾക്കാരെല്ലാം വർഷ, സുജേഷ് ആൻഡ് ഷബീറാന്ന് പൂട്ട് നമ്മളെ താരങ്ങള്. പൂക്കളത്തിന് സമ്മാനം ഉണ്ടാ വർഷ? പൂക്കളത്തിന് സമ്മാനം ഉണ്ടാവും. ശരിയാക്കി തരാം, നിനക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് സമ്മാനമായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മളെ സെൽഫി പോയിന്റ്, നമ്മളെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സെൽഫി പോയിന്റിനെ പറ്റിയിട്ട്. സുന്ദരീനെ പോസ്റ്റിലാക്കിയിട്ടുണ്ട്. അവിടെ സുന്ദരി കൊണ്ടുപോയിട്ട് പോയി ലാസ്റ്റ് അണ്ടനെറ്റിക്കാറ്റം മുട്ടുവരും. അതായത് നോക്കാം, അവിടെ എന്തെങ്കിലും ഒന്ന് വെച്ചോ പിന്നെ കൊണ്ടാക്കിയിട്ട്. ചൈനക്കാർ ഒരു ഫുഡ് കിട്ടിയ പുഴുവാണ്, പൂവിൻ്റെ അകത്തുള്ള നല്ല ശുദ്ധമായ പുഴു. എടീ പുഴുവിൻ്റെ പ്രത്യേകം എന്ന് അറിയാവുക, ശാലിനറിയാവുക? ഇത് മറ്റേ ഇതല്ലേ, ഇത് പൂമ്പാറ്റാ പോയി. ഇത് ആ പൂവിൻ്റെ അകന്നിട്ട് ഒരു പുഴുവാണ്. ഞാനിതിനെപ്പറ്റി യൂട്യൂബെല്ലാം കണ്ടിട്ടുണ്ട്. കാരണം ഈ പുഴു കുറച്ച് വലുതായി, എന്നിട്ട് അത് മറ്റേ പ്യൂപ്പേൻ്റെ ഉള്ളിൽ കയറി, പ്യൂപ്പയോ കൊക്കണോ അതിൻ്റെ ഉള്ളിൽ കയറി, എന്നിട്ട് പൂമ്പാറ്റായി പറക്കുന്ന പുഴുവാന്ന് ഇതെന്നാണ് ഞാൻ അതിൻ്റെ അകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇത് പൂവിലുള്ളതാണ്, ഇതിനങ്ങനെ സ്മെല്ലോ കാര്യമൊന്നുമില്ല, വളരെ നല്ലൊരു സാധനമായിട്ട് തോന്നുന്നു. പിന്നെ ചൈനക്കാർ ഇതിനെ ഫുഡാക്കി വരെ കഴിക്കുന്നു. പിന്നെ നമ്മൾ വലിയ ഞെട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞാനപ്പോൾ അതിനെ കൃത്യമായിട്ട് ആ പൂവിൻ്റെ സൈഡിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അത് ഭക്ഷിച്ച് അവിടെ ജീവിക്കട്ട്. താഴെ ചെടിയുണ്ടല്ലോ, ചെടിയിൽ കൂട് കൂട്ടിയിട്ട് പൂമ്പാറ്റയായി പറക്കട്ട്. നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ. എനിക്കിതിനെപ്പറ്റി വിശദമായിട്ട് അറിയില്ല, എൻ്റെ ധാരണ തെറ്റെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ ഈ പുഴുവിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടവർ നമ്മൾ ഷോപ്പ് എവിടെയെന്ന് ചോദിക്കലുണ്ടേ. നമ്മുടെ ഷോപ്പ് കണ്ണൂരിൽ നിന്ന് പുതിയൊരു കമ്പിൽ ടൗണിലാണ് നമ്മുടെ ഈ കുഞ്ഞ് ഷോപ്പ് നിൽക്കുന്നത്. കമ്പിൽ ടൗണിൽ ഒരുപാട് ഷോപ്പുണ്ട്, അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ജ്വല്ലറിയാണ് നമ്മുടെ ഈ ജ്വല്ലറി. നമ്മളെ എല്ലാം സെറ്റായ ആഭരണങ്ങൾ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളെ കളിയിലേക്ക് പോകുന്നത് സുജേഷ് മാനേജറാണ് ഇതിൻ്റെ എല്ലാം കൺട്രോളിങ്. അപ്പോൾ ഫസ്റ്റ് കളി ഏതാ മാനേജർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആദ്യം കസേരക്കളി. ഇതെങ്ങനെ കസേരയാവും സുജേഷ്? ഇതെന്നാ, ഇത് സ്റ്റൂളല്ലേ? നമ്മളിതാ വളരെ അത്ഭുതകരമായൊരു സ്റ്റൂളാണ് ഇത്. ഇതൊന്ന് കാണിച്ചിട്ടായിരിക്കും. വേണ്ട, ഇതിന്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം പിന്നെ കോയിനെ കൊത്തന്നെ ഉപയോഗിക്കാം അല്ലെ? കോഴിക്കൂട് ആക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെന്താ തിരിച്ചു വെച്ചോട്ടെ ഡ്രസ്സെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ കടലാസ് പേപ്പറിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ മൾട്ടിപർപ്പസ് യൂസ് ആണ്. അല്ല, ഞാൻ ഇത് പറയാൻ കാരണം അറിയാം, ഒരു കക്ഷിയോട് കമന്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ യൂട്യൂബ് ചാനൽ കമന്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്നാ നിങ്ങളെ ഷോപ്പിൽ കൊട്ടേൻ്റെ മുള്ള നാളെ ഇരിക്കുമെന്ന് വെച്ചാൽ. അപ്പോൾ അത് ക്ലിയർ ആയേ. എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം കളിയെടുക്കും. ഞാൻ നല്ല വൈഫിനെയും കൂടി വരട്ടെ. എന്നാൽ പിന്നെ എല്ലാവരും നോക്കിക്കോ, ആക്റ്റീവ് ആയിക്കോ. നമ്മളെ താരസുന്ദരികൾ കംപ്ലീറ്റ് ഉണ്ട്. വരിവരിയായിട്ട് ആരൊക്കെയാന്നല്ലേ? ശില്പ ഷെട്ടി, നയൻതാര, ഐശ്വര്യ റായ്, എല്ലാരും ചായ നയൻതാരയാണോ ഉദ്ദേശം? അല്ലെങ്കിൽ ഓ പരിപാടി തുടങ്ങാനാകുമ്പോൾ ഓള് പറയുന്നത് വേഗം കൂട്ടാൻ പാന്ന്. മക്കളെയും കൊണ്ട് നടന്നു വരുത്ത ബുദ്ധിമുട്ടാണ്. ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ വേഗം പോയി കൂട്ടിയിട്ട് വരാം. നമുക്കിവിടെ നാഗ വണ്ടിയിൽ പോക്കെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 മിനിറ്റ് വേണ്ട വീട്ടിലെത്താൻ. അത്ര അടുത്താണ് നമ്മളെ വീട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യമാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇടയ്ക്ക് പോയി ചായ പിടിച്ചിട്ട് വരാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിൻ്റെ വെള്ളം വരാം. പിന്നെ എന്താ പറയുക, ഇടയ്ക്ക് മക്കളെല്ലാം കാണുന്ന തോന്നുമ്പോൾ ഓട്ടോ ഇടാം. പിന്നെ വീട്ടിലേക്ക് സാധനം വാങ്ങണ്ടെങ്കിൽ വേഗം വാങ്ങിയിട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ ഒരുപാട് ഗുണമുണ്ട് നമ്മളെ ഷോപ്പിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഷോപ്പായി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമാണ്. ശരിക്കും ഇവിടുന്ന് ഒരു
10-30 കിലോമീറ്റർ ദൂരെയാ ഷോപ്പെങ്കിൽ ശരിക്കും കഷ്ടപ്പെട്ടു. പക്ഷെ അത് ശീലമായവർക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഇത് ശീലമായതുകൊണ്ട് നമുക്ക് എന്താ പറയണ്ടേ, ഇതേ പറ്റൂ. ഇനി കുറച്ച് ദൂരെ ഒരു ഷോപ്പ് എന്നുള്ളത് ചിന്തിക്കാൻ കഴിയില്ല. ഇതാ വേഗം കൂട്ടാൻ പേരണമെന്ന് പറഞ്ഞിട്ട് ഇതാ മമ്മി എന്നെ പുറത്തിറങ്ങിയില്ല. മക്കളെല്ലാം നല്ല റെഡി ആയിട്ട്, ഇതാ അച്ഛൻ നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ കൊട്ടാരം കണ്ടില്ലേ, വലിയ വീടാണ്. ഒറ്റ നില വീടേ ഉള്ളൂ. ഇതായി കാണുന്ന നമ്മളെ വീട്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ ഇതാ നമ്മൾ എത്തിയല്ല, മാലാക മക്കളും മഹാറാണി മമ്മിയും എല്ലാം കൂടി ഇറങ്ങി വരുന്നുണ്ട്. ഇതാ നമ്മളെ ദേവിട്ട മുമ്പിൽ ജാനൂട്ടി വേക്കൽ. മമ്മിക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. രസം ഉണ്ടാകുമോ മമ്മി? ഇതൊരു വല്ലാത്ത കളർ കോമ്പിനേഷൻ ആണല്ല. ഇത് ഗംഭീര വെറൈറ്റി ആയിപ്പോയല്ല. ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെയാണ് മമ്മീന്റെ ഇപ്പോഴത്തെ സഞ്ചാരം. എന്താന്നറിയില്ല, എൻ്റെ അപ്പുറം കൂടിയതിനു ശേഷം ഇങ്ങനെയാണ്. ആരും സഞ്ചരിക്കാത്ത പാതകളെ നമുക്ക് ഇഷ്ടം പറഞ്ഞ. അച്ചോ നല്ല ക്യൂട്ട് ഡ്രസ്സാന്നല്ല മോളെ. ഏയ് ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ക്യൂട്ടിനൊന്ന് കാണട്ടെ. എന്തൊരു രസാന്ന് അച്ഛനെ കാണാൻ ഇപ്പോ അല്ലേ ജാനു? നല്ല രസമുണ്ട് ചേട്ടൻ്റെ കട. എടാ ക്യൂട്ട് ബേബി ആയിട്ടുണ്ടല്ലോ എൻ്റെ മോള്. അടിപൊളിയാക്കിനെ ദേവ കാണിട്ട് പോണേ. മോസ്റ്റ് സ്മാർട്ട് ബോയ് അല്ലേ. അപ്പോൾ നമ്മൾ നല്ല നേരെ ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ പരിപാടികൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് നമ്മളെ ഗെയിമൊന്നുമില്ല, നമ്മൾ കാണികളാവാനാണ് കൂടുതൽ അല്ലേ മമ്മി? ഗെയിം ഉണ്ടോ? ശരി, എന്നാൽ പിന്നെ ഇറങ്ങി കളിച്ചിട്ട് വായിക്കാൻ. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് തരാൻ പറ്റൂടല്ലേ. ഈ മമ്മീനെ കൊണ്ടാകുന്ന മൊത്തം ലേറ്റായി കേട്ടാ. ഇന്നലെ 12 മണി വെറുതെ മൊബൈലും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് എണീച്ചാൽ 7:30 എണീച്ചേ. എന്നിട്ട് അവള് മക്കളെ വിളിച്ചില്ല. 8 മണിയായിട്ട് മക്കളെ വിളിച്ചിട്ടില്ല. അതൊന്നല്ല, ഇന്നലെ ഇത്ര മണിക്ക് പോണെന്നൊന്നും എന്നോട് പറഞ്ഞൊന്നുമില്ല. ഞാൻ എനിക്ക് സാധാ പോന്ന പോലെ പോവാന്ന് വെച്ചിട്ടിരിക്കുന്നേ. 9 മണിക്ക് ആടി എത്താൻ പറഞ്ഞു. ഗ്രൂപ്പിലിട്ടിനെ നമ്മളെ ഷോപ്പിലെ ഗ്രൂപ്പില് മൊത്തത്തിലിട്ടിയ ഇവള് കണ്ടിട്ടാണ് ഞാൻ പേടിക്കുന്നത്. ഇപ്പം വെറുതെ കണ്ടിട്ടില്ല. അതിന്റെ ഓണർ ഇവിടെ ഉണ്ടാകുമ്പോ എന്നോടൊരു വാക്ക് പറയണ്ടേ, ഇത്ര മണിക്ക് പോണം, പരിപാടി ഉണ്ട്, ഒന്നും പറ്റില്ല. എന്തായാലും ഓണപ്പരിപാടി അല്ലേ സ്തുതി. സാധാരണ കാട്ടി കുറച്ച് നേരത്തെ ഉണ്ടാവും ഊഹിച്ചാ പോരെ. സാധാരണ ഞാൻ 9:00 പോക്ക്. അപ്പൊ അതിന് മുമ്പ് അതിൽ പോകുന്ന നിങ്ങൾ ഊഹിച്ചാ പോരെ. പിന്നെന്താ, ഇതെല്ലാം ചിന്തിക്കാനുള്ള വിശേഷാൽ ബുദ്ധി കഴിവുകളേ. നല്ല ദിവസമൊന്നും പറയുന്നില്ല അല്ലേ? നല്ല ദിവസത്തെ നമ്മളൊന്നും പറയാൻ പാടില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് ഞാനും വല്ല ബാക്കി ഞാനൊന്നും പറഞ്ഞല്ലോ. വായുവിട്ട് വെച്ച് അതന്നെ നല്ല കാര്യം പറ. നീ പോടെ ഷോപ്പിലേക്ക് പോടാ, ഓണപ്പരിപാടി ഉണ്ട്. ബാ വേബാ, അപ്പോഴത്തേക്ക് തീരൂ. നമ്മളെ അനിയനാതെ. അപ്പോ ഓനെ പിന്നെ ഓണപ്പരിപാടിക്ക് വരാൻ വേണ്ടിട്ട് ഓനെ അറിയില്ലാന്നു, ഷോപ്പിൽ പരിപാടികളൊന്നും അറിയില്ല. അപ്പൊ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അങ്ങനെ വിളിച്ചതാണ്. ഇപ്രാവശ്യം മാവേലി ഉണ്ടാ? മാവേലി ഇപ്രാവശ്യം ഇല്ല. ഒരു പ്രാവശ്യം നമ്മള് മാവേലി നല്ല അടിപൊളി മാവേലി. നല്ല അടിപൊളി മാവേലിക്ക് പറ്റിയ ഒരാള്, അല്ലെങ്കിൽ പൊള്ളി പീസ് കൊടുത്ത മാവേലിയാണ്. പക്ഷെ മാവേലിനെ ആക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഈ മാവേലിന്റെ കോസ്റ്റ്യൂം അങ്ങനെ വലിയ പാട്. ഈ കൊട കിട്ടൂല, ബാക്കി മേക്കപ്പ് സാധനം എല്ലാം പോയിട്ടുണ്ടാവും. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എവിടെ ഓട്ടിപ്പിടിച്ചിട്ടാ ഈ അവസരം കിട്ടിയത്. ഒന്നാമത് ഈ കൊട കിട്ടാതെ തന്നെ വലിയ പാടാ. അപ്പൊ ഈ ആരോ വീട്ടിലുണ്ടായിരുന്നു പഴയ പോലെ കൊട, എന്നിട്ട് അതിനെ കൊണ്ട് ഒപ്പിക്കരുത്. അപ്പൊ നമ്മളിത് കമ്പിലെത്തിയ നമ്മളിത് ഷോപ്പിലെത്താൻ വേണ്ടി പോന്ന്. അപ്പൊ നമ്മള് കമ്പനിയുള്ള മിക്ക ആൾക്കാർ നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണ്. അപ്പൊ മൊബൈൽ പിടിക്കുമ്പോ ചോദിക്കും, എന്തോ പുതിയ പരിപാടിയാണല്ലോ, റീൽസിന്റെ പരിപാടിയാണല്ലോ ചോദിക്കും. അതുകൊണ്ട് ഇപ്പം വലിയ ചമ്മലൊന്നുമില്ല. ആൾക്കൂട്ടത്തിനിടയിൽ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു ചമ്മലാണ്. ഇവക്കേത് ഭയങ്കര ചമ്മല്. സംസാരിച്ച് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മള് പിന്നെ അങ്ങനെ സംസാരിക്കാം. നാക്കിന്റെ ലൈസൻസ് അല്ലേ നമ്മുടെ ഡയലോഗ് വരുന്ന. അപ്പം നമ്മൾ എല്ലാവരും ഷോപ്പിലെത്തിയ മക്കളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. ഓണക്കളി എന്നെല്ലാം പറയുമ്പോൾ അവർക്ക് കാണാനും ഭയങ്കര രസമാണല്ല. അപ്പോൾ ഇവിടെ ഏതാണ്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇതെന്ത് വീഡിയോ
അപ്പം നമ്മളെ സ്റ്റൂള് കളി നല്ല സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ കസ്റ്റമർ വന്നു. അപ്പോൾ ഒരാൾ കസ്റ്റമറെ നോക്കാൻ വേണ്ടി അങ്ങ് വിട്ട് പിന്നെ വീണ്ടും നമ്മളെ കളിയിലേക്ക് തന്നെ ഇറങ്ങിയേ. വേഗം നോക്കു വർഷേ, അതാണ് ചെവി ഓടിക്കല്ല, കുറച്ച് വിട്ടുവിട്ടോണ്ടോ വിജയിച്ചേ. എന്തായാലും അല്ലേ, മത്സരിച്ച് വിജയിച്ച് തോറ്റതിൽ അഭിമാനിക്കുന്നു. തോറ്റ് അങ്ങനെ പറഞ്ഞാ പോരെ. ആ ഓഹോ, ഓള് മത്സരത്തിലുള്ള അടുത്ത ഇത് പൊട്ടുവെക്കൽ മത്സരം സുന്ദരിക്കോട്ട്, അതാണ് ചിന്ത. ഇപ്പൊ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ ആ ശരി, മോളും കുത്തിക്കേ. ഓക്കെ ഓക്കെ ബാബ. സുന്ദരിക്ക് പൊട്ടുകുത്തുന്നതിന് മുമ്പുണ്ടല്ല നമ്മളെ തലങ്ങാണയടി. ഓണത്തല്ല് കഴിഞ്ഞിട്ട് മതി പൊട്ടുകുത്തൽ നാക്കിയിട്ടുണ്ട്. ഒറ്റക്കാലിൽ നിന്നിട്ടാണ് അടിക്കണ്ടേ, ആരാ വീന്ന് അവർ തോറ്റ്. അങ്ങനെയാണ് മത്സരം. ഓക്കെ തുടങ്ങിക്കോ. അപ്പൊ അടുത്ത നമ്മളെ പരിപാടി എന്ന് വെച്ചാല് സുന്ദരിക്ക് പൊട്ടുകുത്തലാണ്. അപ്പൊ സുന്ദരി നേരത്തെ റെഡി ആയിട്ടുണ്ട്. ആര് ചായ ഉള്ള സുജേഷ് സുന്ദരിക്ക്? ശാലിന്റെ ചായ ഉണ്ട് എന്നാ പറയുന്നത് കേട്ടാ. അപ്പൊ ആരാ ഫസ്റ്റ് ലേഡീസാ ജെന്റ്സാ? ഇത് മിക്സ് അല്ല, എല്ലാവരും ഒരുമിച്ചല്ല. ഓക്കെ കിട്ടിക്കോ കിട്ടിക്കോ. ഓക്കെ കിട്ടിക്കോ.
മൂക്കുത്തി മൂക്കുത്തി. ഓക്കെ, ഒന്ന് കൈമുട്ടിയുടെ ഭാഗത്തിന്. ഇടാ ഇടാ കറക്റ്റ്. ഓക്കെ 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 കെട്ടിക്കോ. പോളിക്ക് അശ്വതി പോളിക്ക്. അല്ല ജസ്റ്റ് മിസ്. കെട്ടിക്കോ. നോക്കിട്ട് ഇങ്ങനെയാണ് ഒട്ടിക്കോ അശ്വതി. അയില്ലേ ആ മതി മതി. എന്റെ മോള് കറക്റ്റാണ്, എല്ലാരും തോപ്പിക്കും മോള്. ആ ആ ഫസ്റ്റ് ഫസ്റ്റ് ഇതായത് നടുക്ക് നടുക്ക്. പിന്നെ അടുത്ത മത്സരം ബിസ്ക്കറ്റ് തീറ്റാന്ന്. ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇത് മുഖത്ത് ഭയങ്കര എക്സ്പ്രഷനിലാക്കണം, എന്നാലേ ഇത് താഴേക്ക് വരിക. ശരിക്ക് മറ്റേ അവസ്മാരം വന്ന പോലെ ആയിരിക്കും ഉണ്ടാവും, ഇങ്ങനെ പറപ്പിച്ച് നാവെല്ലാം പുറത്തിട്ടിട്ട്. അപ്പോൾ ഇവരെ കളി കണ്ടപ്പോൾ തന്നെ ബോയ്സ് പറഞ്ഞു ഇല്ല, നമ്മൾ ഈ പരിപാടി മത്സരത്തിന് ഇല്ല, തൽക്കാലം ലേഡീസിൻ്റെ പരിപാടി മാത്രം മതി എന്നും പറഞ്ഞിട്ട് അവരെ മുങ്ങിയേട്ട. നോക്കിയിട്ടേ ഭയങ്കര രസം. അശ്വതെല്ലാം നോക്കിയിട്ടെ കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും ഭയങ്കര രസമാക്കിനെ, ഭയങ്കര കോമഡി ആയി പോയി. അത് അതായത് അതിലേക്ക് ഒരാൾക്ക് കിട്ടിപ്പോയി. അപ്പോൾ ഇന്ന് ഓണപരിപാടിയായിരുന്നു, ഓണത്തിൻ്റെ തലേന്നാണ്. അപ്പോൾ നമ്മൾ അഖില് ആദ്യമായിട്ട് സ്വർണ്ണം വാങ്ങാൻ വന്നതാണ്. യാദൃശ്ചികമായിട്ട് നമ്മൾ സൂചി എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെഡിൽ കുളിച്ചത് കാര്യപ്പെട്ടൊരു സമ്മാനം അഖിലിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അഖില് നമ്മളെ ഓണസമ്മാനമായിട്ട് കണക്കൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിന് വന്നിട്ട് വെറും കൈയോടെ മടങ്ങിയിട്ടില്ല അഖില്. ഇതാ വലിയൊരു സമ്മാനം കൊണ്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അഖിലെ കൂടാതെയാണെന്നല്ലേ ഇത്ര ദൂരത്ത് നിന്ന് എത്തിയാണല്ലേ ചങ്ങായി പേര് സായന്തുണ്ട് കൂടാ, അജയ് ഉണ്ട് കൂടാ. അപ്പൊ മൂന്നാളും കൂടി ഒരുമിച്ച് വന്നതാണ്. അപ്പൊ ആ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയ്യടിക്കണം. അപ്പോൾ നമ്മളെ ഓണക്കളികളൊക്കെ പൂർത്തിയായേ. അപ്പോൾ ഇവരെ യാത്ര അയച്ചിട്ട് വേണം എല്ലാവർക്കും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓണസദ്യ കൂടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് സദ്യയാണ് പരിപാടി. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഓണക്കൈ നീട്ടം കിട്ടിയ ഞാൻ പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു 10 രൂപേൻ്റെ നല്ലൊരു കോയിൻ. അപ്പോൾ പൈസയല്ലേ കൈമ കിട്ടിയപ്പോൾ ഒരു സന്തോഷം. പക്ഷേ ഇത് ആരതാണെന്നറിയില്ല. അപ്പോൾ ഞാനത് അത് കയറിയിട്ട് നമ്മളെ ശാലിനെ ഏൽപ്പിച്ച്, നമ്മളവിടെ ഭിക്ഷക്കാരെല്ലാം വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് കിടക്കട്ടെ അത് എന്നുള്ള രീതിയിൽ ശാലിനെ ഏൽപ്പിച്ച. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടി അങ്ങനെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഗംഭീര പരിപാടികൾ ഉണ്ടായിനി. അതിൽ ജയിച്ചവരാറില്ലേനും രണ്ടാമത്തെ ലോൺ ജയിച്ചതാ പറയുന്നത്. വേറെ നമ്മള് കമറഡീസും ജയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ രണ്ടാളുടെ ചെറുപ്പക്കാരെ. അപ്പോൾ ഇന്നത്തെ ഓണപരിപാടിയിലെ നായകന്മാരത് ഇതെല്ലാം. അപ്പോൾ എല്ലാവരും കൂടി ഗംഭീര പരിപാടിയാക്കി എല്ലാവരും ശരിക്കും ഒന്ന് എൻജോയ് ചെയ്തല്ലേ? എന്തായിരുന്നു അഭിപ്രായം വിജേഷ്? അശ്വതിന്റെ ഗംഭീര ഡാൻസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാം കൂടി നമ്മുടെ ജീസൺസ് ഗോൾഡിന്റെ ഓണപരിപാടി എല്ലാം ഗാന ഗംഭീരായിനി. ഇനി അടുത്ത് നമുക്ക് വിഷുവാ, അടുത്ത ക്രിസ്മസ് ഉണ്ട്, ഇനി ആഘോഷം വരാൻ വിഷു ഉണ്ട്. എല്ലാ പരിപാടിയും നമ്മൾ ഇതുപോലെ ആഘോഷമാക്കും. ന്യൂ ഇയർ എല്ലാം കൂടി നമ്മൾ ഗംഭീരാക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നമ്മളൊരു ഷോർട്സിന് 1 മില്യൺ അടിച്ചത് ശാലിനി അഭിനയിച്ച ഒരു റീൽസിനാണ്.
അപ്പോ ശാലിനിക്ക് അതിന്റെ ഒരു സമ്മാനം കൊടുക്കാറുണ്ടല്ലേ സുജേഷ്? അത് ഇന്നത്തെ ഓണ ദിവസം തന്നെ ഒരു ഓണ സമ്മാനമായിട്ട് കൊടുക്കാതെ വിചാരിക്കുന്നത്. ശാലിനിയുടെ സമ്മാനം വരുന്നുണ്ട്, വലിയൊരു സമ്മാനമാണ്. അപ്പോ നമ്മളെ ശാലിനിന്റെ ആ ഷോർട്സ് നിങ്ങളൊന്ന് കണ്ടോ? ഒരു മാതൃക മുതലാളി എന്നൊരു തമിഴിലുള്ള ഒരു റീൽസിലാണ് ഈ 1 മില്യൺ നമുക്ക് കിട്ടിയത് ഫേസ്ബുക്കിൽ. അതുപോലെ യൂട്യൂബിലും 1 മില്യൺ അടുത്തന്നെ ഉണ്ട് ആ ഒരു ഷോർട്സ്. അപ്പൊ അതിന്റെ സമ്മാനമാണ് ശാലിനിക്ക് നമ്മളിപ്പോ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ശാലിനിക്ക് എന്തോ പറയാനുണ്ട് എന്താ പറയാ ശാലിനി? സന്തോഷം. ഞാനും പ്രതീക്ഷിച്ചൊന്നുമില്ല. ബജറ്റ് വെറുതെ എന്നോട് ഇങ്ങോട്ട് വാ ഇങ്ങനെ എടുക്കാന്ന് പറയുമ്പോ പിന്നെ പിറ്റേന്ന് മുതൽ ഫോണാ. കുടുംബക്കാര് നാട്ടുകാരിലെ പരക്ക വിളി. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എങ്ങനെ എല്ലാവർക്കും എത്തിയിട്ടുണ്ട് അറിഞ്ഞത്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരായി? ഒരുപാട് ആൾക്കാരായില്ലേ? അങ്ങനെ നമ്മളെ ബന്ധങ്ങളെല്ലാം കൂടി വന്നു എന്ന് വെച്ചാൽ എല്ലാരും വിളിക്കാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട്സും റിലേഷനും എല്ലാരും അറിഞ്ഞു. പണ്ട് സ്കൂളിൽ പഠിച്ച ആൾക്കാർ വരെ ശാലിന എന്നതാ കാണുന്നത്. അങ്ങനെ ശാലിനി എന്ന് പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ആളൊക്കെ ഫേമസ് ആയി. അപ്പൊ അതിന്റെ ഒരു സമ്മാനം കൂടി ശാലിനി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മത്സരമാണ്. അശ്വതി ഇപ്പൊ മത്സരിക്കുന്നത് ഇതുപോലെ വൈറലാവാൻ വേണ്ടി മാക്സിമം അഭിനയിക്കുന്നുണ്ട് അല്ലെ? അതുപോലെ ഇതാ ഇവിടെ വർഷ മാക്സിമം അഭിനയിക്കുന്നുണ്ട്. പിന്നെ കുറെ നായകന്മാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കില് സുജേഷിന് മുന്നേ ശ്രമം നടത്തിയ ആളാണ്. എന്നാലും നമ്മളെ നിലവിൽ നല്ല അഭിനയിക്കാനും ഡയലോഗെല്ലാം പറയാനുള്ള മെയിൻ നായകൻ ഷബീറാണ്. ബാക്കിയുള്ളവരിൽ ഇപ്പൊ തുടക്കക്കാരായിട്ടാണുള്ള. അപ്പൊ അടുത്ത മില്യൺ എന്തായാലും നമ്മള് അല്ലെ സുജേഷേ അടുത്ത ഏതെങ്കിലും റീൽസിൽ വീഡിയോസ് നമ്മൾ അടിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ ഓണാഘോഷ പരിപാടി ഇങ്ങനെയാണ്. ആ കൂട്ടത്തിൽ ഇതും ഒന്ന് നിങ്ങളോട് പറയണം തോന്നി. കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്, നമ്മളെ വീഡിയോ കാണുന്നവരാണ്. അപ്പൊ നിങ്ങൾ അറിയാത്തൊരു രഹസ്യം നമുക്കില്ല. എല്ലാ കാര്യം നിങ്ങളായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളെ സന്തോഷം. അപ്പൊ പിന്നെ സുജേഷ് ഇനി വേറെ പറയണ്ട. എന്നാ പിന്നെ ഒന്നുമില്ല കഴിഞ്ഞില്ല. അപ്പൊ ഒരു ഹാപ്പി ഓണം പറഞ്ഞ ഒഴിവാക്കലല്ലേ? അപ്പൊ പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഹാപ്പി ഓണം.